അതെ, സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാം ഭക്ഷണം കഴിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാട്ടോ. എനിക്ക് എന്നാന്നറിയത്തില്ല, എൻ്റെ എല്ലാ മെമ്മറീസും നല്ല ആഹാരവുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് അങ്ങ് കോട്ടയത്തെ വീട്ടിലായിരുന്നപ്പം ഞാൻ കൊച്ചിലെ സ്കൂളിൽ പോയിട്ട് വരുമ്പം അമ്മ പ്രതീക്ഷിക്കാതെ ചിലപ്പം ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ഉണ്ടാക്കി വെക്കും. അന്നൊന്നും എല്ലാ ദിവസവും കിട്ടുന്നതല്ല ഈ ചിക്കൻ കറിയൊന്നും. അപ്പോൾ റോഡിൽ നിന്നേ നമുക്കിതിൻ്റെ മണം കിട്ടും. അപ്പോൾ ഒരു ഓട്ടമുണ്ട്. അങ്ങനെ പോയി അന്ന് ആ കഴിച്ച ആ ചിക്കൻ കറിയും, പിന്നെ അത് കഴിഞ്ഞ് അപ്പുറത്തെ മിനിച്ചേച്ചി തന്ന നല്ല ചുവന്ന മീൻകറിയും, പിന്നെ കുറേ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞപ്പം കോളേജിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ഗിരിജാമ്മ ഉണ്ടാക്കി വെച്ച നല്ല നാടൻ അവിയലും, അങ്ങനെ എല്ലാം കൂടി ഇഴചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ഓർമ്മകൾ. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം ഈ കഴിച്ച രുചികളെല്ലാം ഒന്ന് ആവർത്തിക്കലായിരുന്നു എൻ്റെ പരിപാടി. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുവാണ്. അതിപ്പോൾ ഈ പഴയ കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള മനഃപൂർവ്വമായ ശ്രമമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇത്രമേൽ ഈ രുചികളെയൊക്കെ സ്നേഹിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ കൂടെ വന്ന എല്ലാവരും വിളമ്പി തന്നത് ഇനി ഒരിക്കലും മറക്കുകയില്ലാത്ത, അല്ലെങ്കിൽ ഇനി എത്ര കാലം ജീവിച്ചാലും കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന രുചികളാണ്. അതിപ്പോൾ എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുവാണ്. ഇനി അതിനെ തീറ്റ ഭാഗ്യം എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ നല്ല ഒന്നാന്തരം ഭാഗ്യമുള്ള ആൾ തന്നെയാട്ടോ.